വീഡിയോ ഇടയിലൊന്നും ഇട്ടില്ലെങ്കിൽ നിങ്ങളെന്നെ മറന്നു പോവില്ലേ. ഈ ഒരു വീഡിയോയിൽ കൂടുതൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഞാൻ ഫുഡ് കഴിക്കുന്നതായിരിക്കും. മമ്മിയേ മമ്മി, അപ്പതാണ് നമ്മളുടെ ചിക്കൻ കിട്ടി. ചിക്കൻ ഇവിടെ ഹായ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ്. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല കേട്ടോ, മൈക്കൊന്നും വെക്കാണ്ടാണ് സംസാരിക്കണേ. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നത്. അപ്പോൾ അത് പെർഫെക്റ്റ് ആയിരിക്കുമെന്നൊന്നും ആരും വിചാരിക്കരുത് കേട്ടോ. ഇപ്പം സമയം 8:30 എടുത്തിട്ടുണ്ട്. ഏകദേശം ആ ഒരു ടൈം ആവും എണീക്കുമ്പോൾ. ഉറങ്ങാൻ നന്നായിട്ട് വൈകും. എനിക്ക് ഒട്ടും ഉറക്കം കിട്ടുന്നില്ല. രാത്രി 1 മണിയൊക്കെ ആവും ഉറങ്ങുമ്പോൾ. അത് കഴിഞ്ഞ് 5:30 ആകുമ്പോൾ സുബഹി നിസ്കരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഉറങ്ങണം എന്നുണ്ടെങ്കിൽ കുറേ നേരം കിടന്ന് ചിലപ്പോൾ 7:30 ആവും. അപ്പോൾ പിന്നെ എണീക്കുമ്പോൾ ചിലപ്പോൾ 8:30, 9 മണി, ചിലപ്പോൾ 9:30 ഒക്കെ ആവും. പിന്നെ ഞാൻ എൻ്റെ വീട്ടിലാണ്, അപ്പം അതുകൊണ്ട് കുഴപ്പമില്ല. പ്രഗ്നൻ്റ് ആണെന്നുള്ളൊരു കൺസിഡറേഷനും കൂടെ ഉണ്ട്. അങ്ങനെ അപ്പം നമുക്ക് നമ്മളെ ദിവസം സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ എണീറ്റ് കഴിഞ്ഞാൽ കുറച്ച് നേരം ഇത് നോക്കിയിരിക്കും. പലരും ചെയ്യുന്നതായിരിക്കും എന്നറിയാം. എന്നാലും കുറച്ച് നേരം പിന്നെ ഞാൻ ഇന്നത്തെ ദിവസം കാണിക്കുന്നത് വെറുതെ അഭിനയിക്കുന്നൊന്നല്ല കേട്ടോ. എനിക്ക് എൻ്റെ ലൈഫ് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് കാണിക്കാമെന്ന് വിചാരിക്കുന്നത്. നീ പല്ല് തേക്കണം. ശരിക്കും ഗർഭിണികൾ പാലാണ് കുടിക്കേണ്ടത്. പക്ഷേ എനിക്ക് പാല് കുടിക്കാനുള്ള ടൈമായിട്ടില്ല. പാൽ കുടിച്ചാൽ ഛർദ്ദിക്കാൻ വരും. തൽക്കാലം അപ്പം ചായയും ഡ്രൈ ഫ്രൂട്ട്സും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. എൻ്റെ ഫസ്റ്റ് ഡേ മൈ ലൈഫായതുകൊണ്ട് ഭയങ്കര സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഞാനിതിൽ ഫോളോ ചെയ്യുന്ന ഡയറ്റൊന്നും നിങ്ങളാരും ഫോളോ ചെയ്യരുത്. കാരണം ഇത് മാത്രം ഞാൻ ഹെൽത്തി ആയിട്ട് കഴിക്കുള്ളൂ. ഇത് കഴിഞ്ഞാൽ എനിക്ക് നല്ലോണം വറവ് കഴിക്കണം. ശീലം മാറ്റണം എന്ന് വിചാരിക്കണം. നല്ലതല്ല. പ്രഗ്നൻ്റ് ആയിട്ടുള്ളവരധികം വറവൊന്നും കഴിക്കണത് ഒട്ടും ശരീരത്തിന് നല്ലതല്ല. അപ്പോൾ രാവിലത്തെ ഇത് കഴിഞ്ഞു. രാവിലത്തത് കഴിഞ്ഞിട്ടില്ല. എണീറ്റ് അപ്പം തന്നെയുള്ളൊരു ലൈറ്റ് ചായയും കടിയും കഴിഞ്ഞു. ഇനി കുറച്ച് നേരം ഒന്ന് നടക്കട്ടെ. നടന്നിട്ട് പോയിട്ട് ഫുഡ് കഴിക്കണം. പിന്നെ ഈ ഒരു വീഡിയോയിൽ കൂടുതൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഞാൻ ഫുഡ് കഴിക്കുന്നതായിരിക്കും. അത് എൻ്റെന്നല്ല, ഏത് പ്രഗ്നൻസി ഡേ ഇൻ മൈ ലൈഫ് എടുത്താലും ഫുഡ് കഴിക്കുന്ന വീഡിയോ മാത്രമേ ഉണ്ടാവുള്ളൂ. അമ്മാതിരി വിശപ്പെന്ന് മാത്രമല്ല, നല്ലോണം ഫുഡ് കഴിക്കുന്ന ടൈമാണല്ലോ. രണ്ടാൾക്കുള്ള ഫുഡൊക്കെ നമ്മൾ കഴിക്കണ്ടേ. അങ്ങനെയാണ് കാര്യങ്ങൾ. കണ്ടോ, നമ്മളുടെ പറമ്പാണ് കാണുന്നത്. നല്ല രസമാണ് ഇവിടെ വന്നിങ്ങനെ ഇരിക്കാൻ. കിളികളുടെ കളകളാരവവും അങ്ങനെയൊക്കെ. മഴയൊക്കെ കാണാൻ നല്ല രസമാണ്. ഞാൻ ബാക്ക് ക്യാമറ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. കിളിയുടെ സൗണ്ട് കേൾക്കുന്നില്ലേ?
നമുക്ക് ഫുഡ് കഴിക്കാം. നേരത്തെ പറഞ്ഞില്ലേ, വെള്ളപ്പം, കടലക്കറി. ആ അപ്പം നമുക്ക് കടലക്കറി ഒഴിക്കാം. ഒട്ടും കുറക്കണ്ട. കടലൊക്കെ പ്രഗ്നന്റ് ലേഡീസിന് വളരെ നല്ലതാണ്. ഒന്ന് നനയാൻ വേണ്ടിയിട്ട് ഇത്തിരി പാൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് വെള്ളപ്പവും കടലക്കറിയും കഴിക്കാം. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഈ കടല, പയർ, മുതിര അങ്ങനത്തെ ഐറ്റംസൊക്കെ രാവിലെ എന്നല്ല, ഗർഭിണികൾ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് ശരീരത്തിന് എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. സൂപ്പർ. ബാ മുച്ച കാണിച്ചു കൊടുക്കട്ടെ. മുച്ചിയുടെ കൈ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടില്ല. മുച്ചിക്ക് വേണ്ടി ഉണ്ടാക്കിയതാ. വാവോ, ഇതാര് കുഞ്ഞി ദീദി ഉണ്ടാക്കിയതാ? യാസി ഉണ്ടാക്കിയതാ? ഇടുവാ കാണിച്ചു കൊടുക്കട്ടെ മുച്ചി. ഹായ് പറ. അപ്പോൾ അതാ കഴിച്ചു കഴിഞ്ഞു. 3 വെള്ളപ്പം കഴിച്ചു കഴിയുമ്പോഴേക്കും അസുഖങ്ങൾ ഓരോന്ന് വന്നു തുടങ്ങിയിട്ടുണ്ട്. തലവേദന, തലകറക്കം ഒക്കെ ഇങ്ങനെ വരുന്നുണ്ട്. വേഗം കൊണ്ടുപോയി കഴുകിയിട്ട് കുറച്ച് നേരം പോയിട്ടൊന്ന് റെസ്റ്റ് എടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഭക്ഷണം കഴിച്ചു, കുറച്ച് നേരം ഇങ്ങനെ നടന്നു. അയൺ ടാബ്ലറ്റൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വന്നേക്കാണ്. റെസ്റ്റ് എടുക്കാന്ന് വെച്ചാൽ ചിലപ്പോൾ ഉറങ്ങൂല. അങ്ങനെ ഒന്നുമില്ലെങ്കിൽ എന്തെങ്കിലും ബുക്സ് വായിച്ചിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതും, എന്തെങ്കിലും ചെറുതായിട്ടൊരു എഴുത്തുകുത്ത് പരിപാടികളൊക്കെ ഉണ്ട്. വൈകാതെ ഞാനതൊക്കെ പുറത്ത് വിടുന്നതായിരിക്കും. പിന്നെ മെയിൻ സംഭവം ഇതില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. വെള്ളമില്ലെങ്കിലും ഞാൻ ജീവിക്കും, ഇതില്ലാതെ എനിക്ക് പറ്റില്ല. ഞാൻ ഒന്നുമില്ല, ഇതിലാണ് ഞാൻ കല്യാണം കഴിഞ്ഞ് പിന്നെ നന്നായിട്ട് വായിക്കുമായിരുന്നു. എനിക്ക് പറയുന്നത് കേട്ടോ, അത്യാവശ്യം നന്നായിട്ട് വായിക്കുമായിരുന്നു. പക്ഷേ കല്യാണം കഴിഞ്ഞോടുകൂടി വായനയൊക്കെ നിന്ന ടൈമിൽ ഞാൻ കണ്ടുപിടിച്ചൊരു മാർഗമാണ് ഫേസ്ബുക്കിൽ എൻ്റെ തൂലിക, പിന്നെന്താ എൻ്റെ തൂലിക, വർണ്ണത്തൂലിക, അങ്ങനെ കുറേ ഗ്രൂപ്പുകളുണ്ട്. അതിലൊക്കെ നല്ല നമ്മൾ ബുക്സിൽ വായിക്കുന്നതിനെക്കാട്ടിലും അടിപൊളി നോവലുകളും കഥകളും ഒക്കെ വരും. ഫേസ്ബുക്കുള്ളവരൊക്കെ അതൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കട്ടെ. നല്ല വായിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഞാൻ എപ്പോഴും പറയും. പിന്നെ അതേപോലെ പ്രതിലിപി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതുണ്ട്. അതിൻ്റെ ആപ്പൊക്കെ ഇപ്പം ഇറങ്ങിയെന്ന് പറയുന്നുണ്ട്. പക്ഷെ പ്രതിലിപി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു, ഒരു പേജ് എന്തുകൊണ്ടായിരുന്നു. അതിൽ നല്ല കഥകളൊക്കെ ഉണ്ടാവാറുണ്ട്, കഥകൾ, നോവല്. അപ്പം അത് വായിക്കലാണ് എൻ്റെ മെയിൻ പരിപാടി. വേറെ ഫേസ്ബുക്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതിയിടും. പിന്നെ കൂടുതലും വായന. ഫേസ്ബുക്കിലാണ് എൻ്റെ ടൈം കൂടുതൽ പോണത്. പിന്നെ യൂട്യൂബ്. അപ്പോൾ എൻ്റെ റെസ്റ്റ് എടുക്കലൊക്കെ കഴിഞ്ഞു. ഞാൻ കുറച്ച് നേരം കിടന്നൊന്ന് ഉറങ്ങി എണീറ്റു. ഇനിയിപ്പോൾ പോയിട്ട് എന്തെങ്കിലും കഴിക്കണം, വിശക്കുന്നുണ്ട്. മാംഗോ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ആൾ വന്നിട്ടുണ്ട്, നോക്കട്ടെ. ഞാൻ കുറച്ച് കേക്കിൻ്റെ ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ടൈമിൽ ഓർഡർ ചെയ്യുന്നതൊന്നും നല്ലതല്ല, പക്ഷേ നമ്മൾ അതിൻ്റേതായ സേഫ്റ്റി മെഷർമെൻറ്റ്സ് ഒക്കെ എടുത്തിട്ടാണ് സംഭവങ്ങളൊക്കെ വാങ്ങുന്നത്. ആളെടുത്തേക്ക് നമ്മൾ പോകുന്നില്ല, ക്യാഷ് അവിടെ വെച്ച് കൊടുക്കും. വീടിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് നമ്മൾ മാറി നിൽക്കും. അത് കഴിഞ്ഞ് ഒരു 2-3 മണിക്കൂറൊക്കെ കഴിയുമ്പോഴാണ് നമ്മളിത് എടുക്കുള്ളൂ. നമ്മളെ വീട് കുറച്ച് റോഡ് സൈഡിലല്ല, കുറച്ച് ഉള്ളിലേക്ക് നീങ്ങിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട്
പിന്നെ ചുറ്റുമുള്ളതൊക്കെ നമ്മളെ റിലേറ്റീവ്സ് തന്നെ. അപ്പോൾ അതുകൊണ്ട് ആരും എടുത്തുണ്ടോ എന്നുള്ള ടെൻഷനൊന്നുമില്ല. അപ്പോൾ ഇന്ന് രാത്രിക്കലേക്ക് നമ്മൾ ചില്ലി ചിക്കൻ ഉണ്ടാക്കാമെന്ന് വിചാരിക്കണം. ചില്ലി ചിക്കനും എന്താ ചപ്പാത്തിയും അവരുണ്ടാക്കിക്കോളും. ചില്ലി ചിക്കൻ ഞാൻ ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ നമുക്ക് ചില്ലി ചിക്കൻ്റെ റെസിപ്പി നോക്കാം കേട്ടോ. വെറുതെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നതിനെക്കാട്ടും നല്ലല്ലേ നിങ്ങൾക്കൊരു റെസിപ്പി കൂടെ പറഞ്ഞു തരുന്നത് എന്ന് വിചാരിച്ചു. എൻ്റെ ചില്ലി ചിക്കൻ ഞാൻ എന്നെ തന്നെ പൊക്കി പറയട്ടെ, എൻ്റെ ചില്ലി ചിക്കൻ കുറേ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന എൻ്റെ ഫാത്തി സ്പെഷ്യൽ ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കമോൺ. അപ്പോൾ അതാണ് നമ്മളുടെ ചിക്കൻ ടീ. ചിക്കൻ ഇവിടെ ഒരു 1 കിലോ ഇല്ല കേട്ടോ, അത് 3/4 കിലോ ചിക്കൻ ചെറുതാക്കി കട്ട് ചെയ്തത്. നമ്മളിവിടെ 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ വേണ്ടത് മൈദ, 2 ടേബിൾ സ്പൂൺ മൈദ. അയ്യോ, മൈദ പാത്രം തുറക്കാൻ കിട്ടിയിട്ടില്ല, എന്നിട്ടേ ഓക്കെ. അതിതീവ്രമായ പരിശ്രമങ്ങൾക്കൊടുവിൽ മൈദപ്പാത്രം തുറന്ന് കിട്ടി. അപ്പം നമുക്ക് 2 ടീസ്പൂൺ തികച്ചിരുന്നോട്ടെ. ഓക്കെ, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് നമ്മൾ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സോയാ സോസ് അതിനോട് ഒരു ടേബിൾ സ്പൂൺ തന്നെ ചേർക്കുന്നുണ്ട്. പിന്നെ എരിവിന് വേണ്ടിയിട്ട് ഒരിത്തിരി ചില്ലി സോസ്, ഇത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാൻ ചേർക്കാറുണ്ട്. റെഡ് കളറിലുള്ള സോസ് ആയിരിക്കും കുറച്ചും കൂടി നല്ലത്. പക്ഷേ ഈ ലോക്ക്ഡൗൺ ടൈമിൽ നമുക്ക് റെഡ് കളർ തന്നെ വേണമെന്ന് വാശി പിടിക്കാൻ പറ്റില്ല. ഇതെന്നെ കിട്ടിയത് ഭാഗ്യം. ഈ ടൊമാറ്റോ സോസ് ഇതും തികച്ചും ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഉപ്പ് നമ്മൾ ഓപ്ഷണലായിട്ട് ഒരിക്കലും കാണരുത്, തികച്ചും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് നമ്മുടെ ഉപ്പ്. മമ്മേ മുട്ട. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് എരിവ് ഉണ്ടെങ്കിൽ ടേസ്റ്റാണ്. എഗ്ഗ് ഒരെണ്ണം മതി കേട്ടോ, ഒരെണ്ണം മതിയാവും. ഇത് പൊട്ടിച്ച് വയ്ക്കാം. അപ്പോൾ നമ്മളെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഓയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അത് മമ്മി ചെയ്തോളും അല്ലേ മമ്മി? ഉറക്കനെ പറയാന്ന് പറ. അങ്ങനെ മോൻ്റെ കുളി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ പോയി നല്ലോണം വെളിച്ചെണ്ണൊക്കെ തേച്ചിട്ട് പോയിട്ട് വിശാലമായിട്ടൊന്ന് കുളിച്ചിട്ട് വരാം. ഓക്കെ, നമ്മുടെ ഇന്നത്തെ ഫുഡ് ഇതാണ്. പയറ് അച്ചാറ് സ്പെഷ്യൽ അച്ചാറാട്ടാ. പണ്ടത്തെ നമ്മളെ ജ്യോതി അച്ചാറിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, 90s പിള്ളേർക്കൊക്കെ അറിയും ജ്യോതി അച്ചാർ. അടിപൊളി ടേസ്റ്റുള്ള അച്ചാറാണ്. ആ സെയിം ടേസ്റ്റിലുള്ള അച്ചാറാണിത്. പിന്നെ തൈര്, ഗർഭിണികൾക്ക് ഏറ്റവും നല്ല സാധനമാണ് ഈ തൈര് മോരോ ഒക്കെ ഗർഭിണികൾ കുടിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മളെ പച്ചക്കറി സ്റ്റോക്കൊക്കെ കഴിഞ്ഞില്ലെങ്കിൽ എന്തെങ്കിലും പച്ചക്കറി ഉണ്ടാവാറുണ്ട്. പിന്നെ മീൻകറി ഉണ്ട്. എനിക്ക് ഭയങ്കര നെഞ്ചരിച്ചിലായതുകൊണ്ട് ഞാൻ മീൻകറീനെ തൽക്കാലം ഒഴിവാക്കി. അച്ചാർ എനിക്ക് ഒഴിവാക്കാനേ പറ്റൂല, അതുകൊണ്ട് അച്ചാർ ഒഴിവാക്കിയില്ല. മെയിൻ സാധനം എടുക്കാൻ മറന്നുപോയി, ഉണക്കമീൻ. ഈ ഒരു ഉണക്കമീൻ പൊരിക്കുന്ന ആ സ്മെല്ലും അത് കഴിക്കുമ്പോൾ ഒരു സുഖവും അടിപൊളി. അങ്ങനെ നമ്മളെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു, ക്ഷീണിച്ചു, അവശകലാകാരിയായി. ഇനിയിപ്പോൾ നമ്മൾ ചില്ലി ചിക്കൻ്റെ പരിപാടിയാണ് നോക്കി കഴിഞ്ഞിട്ട് വേഗം വന്ന് കിടന്നുറങ്ങണം കുറച്ച് നേരം. നല്ല ക്ഷീണമുണ്ട്. നേരത്തെ ഉറങ്ങിയതാണ്, എന്നാലും ഗർഭിണികൾക്ക് ക്ഷീണമാവാം, അങ്ങനല്ലേ? അപ്പോൾ നമ്മൾ
പോയിട്ട് ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ പോകും. നമ്മൾ ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ പോകും. ആദ്യം തന്നെ ഓയിൽ ചൂടാക്കിയിട്ട് അതിലോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മൂത്തിട്ട് നല്ലൊരു സ്മെല്ല് വരുമല്ലോ. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് അധികം എരിവ് വേണ്ടാത്തവർക്ക് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നമ്മളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. എന്നിട്ട് അതേപോലെ അരിഞ്ഞിട്ടുള്ള സവാള, സ്ക്വയറാക്കി അരിഞ്ഞിട്ടുള്ള സവാള കേട്ടോ. ചെറുതാക്കി അരിയരുത്. നമ്മൾ ബിരിയാണിക്കൊക്കെ കട്ട് ചെയ്യുന്ന പോലെ, ചിക്കൻ കറിക്കൊക്കെ കട്ട് ചെയ്യുന്ന പോലെ അരിയരുത്. ഇതുപോലെ അരിഞ്ഞിട്ടുള്ളത് വേണം. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് വാടുന്ന വരെ വെയിറ്റ് ചെയ്യുക. നന്നായിട്ട് വാടണ്ട, ജസ്റ്റ് ഒന്ന് വാടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലോട്ട് നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ടത് ജസ്റ്റ് ഒന്ന് വാടുന്നത് വരെ വെയിറ്റ് ചെയ്യുക. പിന്നെ ഈ ഒരു കറി ഉണ്ടാക്കുമ്പോൾ നമ്മളെപ്പോഴും ഹൈ ഫ്ലെയിമിൽ വേണം കേട്ടോ. ഫ്ലെയിം ഹൈ ആയിരിക്കണം എപ്പോഴും. പിന്നെ അതിലോട്ട് നമുക്ക് കുറച്ച് സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം. പിന്നെ ചില്ലി സോസും ടൊമാറ്റോ സോസും. ഇതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ്. നമുക്ക് എത്ര എരിവ് വേണോ, നമുക്ക് എത്ര പുളി വേണോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ സോസൊക്കെ ചേർത്ത് കൊടുക്കുക. പലരുടെയും ടേസ്റ്റിനനുസരിച്ചിട്ട് ഇത് മാറും. എനിക്ക് കുറച്ചധികം സോസുകളൊക്കെ വേണം. ഞാനതുകൊണ്ട് കുറച്ചധികം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലോട്ട് കോൺഫ്ലവറിൻ്റെ മിക്സ്, അതായത് 1 ടീസ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അത് ഒഴിച്ച് കൊടുക്കുക. അത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് കുറുകി വരും. നമുക്ക് ആവശ്യത്തിന് എത്ര ഇത് വേണം, ഗ്രേവി വേണം, അതിനനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ അതിൽ കുറച്ച് മുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ചെറിയൊരു കളറിനും പിന്നെ ചെറിയൊരു എരിവിനും കൂടിയിട്ട്. പിന്നെ ഇതിൽ കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാനത് വിട്ടുപോയതാണ്. പിന്നെ ഞാൻ കുറച്ച് ഷുഗർ ചേർത്തിട്ടുണ്ട്, ഒരു ചെറിയൊരു മധുരം ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. ചിലർക്കൊന്നും മധുരം അത്ര വലിയ ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ആ ചിക്കൻ ഇവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ചൊന്ന് കളർ മാറിപ്പോയി. ഇത്രയൊന്നും കളർ മാറേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ആക്കിയെടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. ഇത് ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ കറി റെഡി. അപ്പോൾ അതാ നമ്മളുടെ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല അടിപൊളി സ്മെല്ലാട്ടോ. നിങ്ങൾ പറയും ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുന്നതാണ്, പക്ഷേ ശരിക്കും അല്ല. ട്രൈ ചെയ്ത് നോക്കിയാലറിയാം. ശരിക്കും നല്ല ടേസ്റ്റാണ്. അടിപൊളി അടിപൊളി, ഒന്നും പറയാനില്ല. ഞാനിതിൽ അത്യാവശ്യം നന്നായി മുളകും പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല എരിവുള്ള മുളക് പൊടിയായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ടാൽ മതി. ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കുറവായിട്ട് ഇട്ടാൽ മതി. പിന്നെ ഇതിൽ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി, കുരുമുളക് പൊടിയുടെ കാര്യം മറന്നുപോയി. അതിട്ടാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും, ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതാണ് കാര്യം. ഇപ്പോൾ ഇവിടെ 4 മണി ആയിട്ടുള്ളൂ. അപ്പോഴേക്കും ഞാൻ വേഗം രാത്രിക്കൽക്കുള്ള ഫുഡ് റെഡിയാക്കി. അപ്പോൾ പിന്നെ എൻ്റെ പണി കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ അവർ ചപ്പാത്തി ഉണ്ടാക്കിക്കോളും. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. ചിലപ്പോൾ ഉറങ്ങും. ഇപ്പോൾ 4 മണിയായി. ഇനിയിപ്പോൾ ഉറങ്ങാനുള്ള ടൈമില്ല. നിസ്കരിക്കാൻ എണീക്കണം. ജസ്റ്റ് ഒന്ന് കിടക്കും. കിടന്നില്ലെങ്കിൽ ഭയങ്കര ക്ഷീണമായി പോകും. ഓക്കെ, റെസ്റ്റ് എടുക്കട്ടെ. പിന്നെ നമുക്ക് ചായ കുടിക്കാം. സമയം 6 മണി. നല്ല ഉറങ്ങി എണീറ്റു നിസ്കരിച്ച് വന്നു. അതിൽ ചായ റെഡി ആയിട്ടുണ്ടായി. ചായ കുടിക്കാൻ പോകും. ചായ കുടിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം നടക്കണം എന്ന് വിചാരിക്കുന്നു. ടൈമില്ല, മരിഭാവാനായി. ഇങ്ങനൊന്നുമല്ല കേട്ടോ സാധാരണ എൻ്റെ ദിവസം ഇങ്ങനൊന്നുമല്ല. ഇതിപ്പോൾ ഇന്നൊന്നാമത് ഞായറാഴ്ചയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ. തിങ്കളൊക്കെ എന്ന് വെച്ചാൽ ഇപ്പം മോനെ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട്
ഒരു രക്ഷയില്ല. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഫുൾ ബിസിയാണ്, വൈകിട്ട് വരെ ക്ലാസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പിന്നാലെ ഇരിക്കും. അത് കഴിയുമ്പോഴേക്കും നമ്മ ആകെ ടയേർഡായിട്ടുണ്ടാവും. നമ്മൾ ഇരിപ്പായിരിക്കുമല്ലോ. പിന്നെ ആളിത്തിരി ഒരു കുറുമ്പുള്ള ടൈപ്പ് ഇരിക്കൂല. അപ്പം എന്താണെന്ന് വെച്ചാൽ അവൻ്റെ പിന്നാലെ ഓടലും അവനെ പിടിച്ചിരുത്തലും അങ്ങനത്തെ ബഹളമായിരിക്കും. അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഭയങ്കര ക്ഷീണമാവും. അങ്ങനെ ഒരു ബിസി ഡേ ആയിരിക്കും ഈ ഒരു തിങ്കൾ തൊട്ട് വെള്ളി വരെ. ഉറങ്ങി എണീറ്റപ്പോൾ നല്ല തലവേദന. നല്ല ചൂടുള്ള ചായ കുടിക്കാം. ഇനി പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല കേട്ടോ. ഇനി മഗ്‌രിബാവണ വരെ കുറച്ച് നേരം നടക്കണം. അത് കഴിഞ്ഞാൽ മഗ്‌രിബ് കഴിഞ്ഞ് ഓതി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം അവിടെ ഇവിടെ നടക്കുമ്പോഴേക്കും ഫുഡ് കഴിക്കാനാവും. ഫുഡ് കഴിക്കുന്നു, ഇശാ നിസ്കരിക്കുന്നു, ഉറങ്ങുന്നു. സിമ്പിൾ പരിപാടികൾ, പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ അവൻ്റെ ക്ലാസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഹോംവർക്കോ കാര്യങ്ങൾ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. അപ്പം അതുകൊണ്ട് നൈറ്റ് ഫ്രീ ആയിരിക്കും. ഫ്രീ എന്ന് വെച്ചാൽ ഇത്ര നേരം ഫ്രീ ആയിരുന്നു, ഇനിയും ഫ്രീ ആയിരിക്കും. ഞാൻ സൺഡേ തന്നെ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാന്ന് വെച്ചത്, ബാക്കിയുള്ള ദിവസം ഫോൺ നമുക്ക് എടുക്കാനേ പറ്റില്ല. എടുക്കാൻ പറ്റില്ല മീൻസ് എടുക്കാണ്ടിരിക്കില്ല. ഫോൺ എൻ്റെ ഒരു വീക്ക്നെസ് ആണല്ലോ. അതായത് നമുക്കൊന്നിനുള്ളൊരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കാനോ ക്യാമറ ഓൺ ആക്കാനുള്ള ടൈം കിട്ടില്ല. രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്രഷായി, അവനെ ഫ്രഷാക്കി കുളിച്ച് ഫുഡൊക്കെ കൊടുത്ത് വരുമ്പോഴേക്കും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ ക്ലാസ് ഉണ്ട്. അത് കഴിഞ്ഞ് ഒന്ന് ടിഫിൻ കഴിക്കുന്ന നേരം ആകുമ്പോഴേക്കും അടുത്ത ക്ലാസ് തുടങ്ങും. അത് കഴിഞ്ഞ് പിന്നെ ഉച്ചക്കലത്തെ ഫുഡ് കഴിക്കുമ്പോഴേക്കും അടുത്ത ക്ലാസ്സിൻ്റെ സമയമാവും. അത് കഴിഞ്ഞ് ഫുഡ് കഴിച്ച് കഴിഞ്ഞ് പിന്നെ ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ കൊണ്ടുപോയിട്ട് ഉറക്കും. ഉറങ്ങിയില്ലെങ്കിൽ കുറച്ച് നേരം നമുക്കൊന്ന് റെസ്റ്റ് വേണമല്ലോ. അവനുറങ്ങിയാലേ എനിക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അവനെ ഉറക്കും, ഞാൻ ഉറങ്ങും, എണീറ്റിട്ട് പിന്നെ അങ്ങനെ നോർമൽ അങ്ങനെ പോകും. അപ്പോൾ ചായ കുടി കഴിഞ്ഞു. ഇനിയിപ്പോൾ കുറച്ച് നേരം ഒന്ന് നടക്കാം. ബാക്കിൽ കൂടെ നടന്നിട്ട് വീഴാണ്ടിരുന്നാൽ ഇവിടെ വെക്കട്ടെ, ഞാനൊന്ന് നടക്കട്ടെ. അപ്പം ഞാൻ ഒരു ചപ്പാത്തിയും കൊണ്ട് പിന്നെയും വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ഇന്നത്തെ വീഡിയോയിൽ ഫുള്ള് ഞാൻ കഴിക്കുന്നതായിരിക്കും കാണുക എന്നുള്ളത്. അപ്പോൾ ഞാനുണ്ടാക്കിയ ചില്ലി ചിക്കൻ ഞാൻ വെറുതെ കിച്ചണിൽ പോയതാണ്. നല്ല മണം. ഒരു ചപ്പാത്തി ഇത്തിരി ചില്ലി ചിക്കൻ എടുത്ത് പോകും. ചില്ലി ചിക്കനും എന്നിട്ട് ചപ്പാത്തി. എങ്ങനെയുണ്ട് യാസി? ചപ്പാത്തിയാണോ ചില്ലി ചിക്കനാണോ ടേസ്റ്റ്? രണ്ടും. ചില്ലി ചിക്കൻ. കൈ ഫുഡടി കഴിഞ്ഞു. നല്ല അടിപൊളി ചില്ലി ചിക്കൻ, പൊറോട്ട എന്നാണ് പറയാൻ വരുന്നത്, പൊറോട്ട ഒന്നും കിട്ടില്ല. ചില്ലി ചിക്കനും ചപ്പാത്തിയും കഴിച്ചു. അടിപൊളിയായിരുന്നു. പിന്നെന്താ, കുറച്ച് ഭാഗമൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്ത് കളഞ്ഞു. എന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ ഭയങ്കര ലെങ്തായി പോവും.
ഒന്നാമത് എനിക്ക് ഈ വീഡിയോ ക്ലിക്കാവോ ഇല്ലയെന്നൊന്നും അറിയില്ല. ഡേ ഇൻ മൈ ലൈഫ് ഒന്നും നമ്മളുടെ ചാനലിൽ ഒന്നാമത് ബേക്കിംഗ് ക്ലാസ്സിൻ്റെ ഒരു ചാനലായി തുടങ്ങിയിട്ട് പിന്നെ അതിൻ്റെ ഡെയിലി ഡേ ഇൻ മൈ ലൈഫൊക്കെ കുത്തിക്കയറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ നമുക്കിപ്പോൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് യാതൊരുവിധ നിവൃത്തിയുമില്ല. എൻ്റെ ബേക്കിങ്ങിൻ്റെ ഐറ്റംസൊക്കെ എൻ്റെ വീട്ടിലായിരിക്കണത്, അവിടെ കൊടുങ്ങല്ലൂരായിരിക്കണത്. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് ഉള്ളത്. അതുകൊണ്ടാണ് അപ്പോൾ എന്തെങ്കിലും ഒരു വീഡിയോ ഇടയിലൊന്നും ഇട്ടില്ലെങ്കിൽ നിങ്ങളിനി മറന്നു പോവില്ലേ, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പോൾ വൈകിട്ട് പിന്നെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. നിസ്കാരം കഴിഞ്ഞു, പിന്നെ ഓതി, ഖുർആൻ ഓതി. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം എഴുതി. ഇപ്പോൾ കിടന്നാലും 1 മണിയാകുമ്പോൾ ഉറങ്ങുള്ളൂ. ഉറക്കം ഭയങ്കര കുറവാണ്, ഭയങ്കര പ്രശ്നം. അങ്ങനെ അപ്പോൾ അത്രേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ ഒരു ദിവസം. പിന്നെ ഗർഭിണികളോട് എനിക്ക് പറയാനുള്ളത്, എല്ലാവരും നന്നായിട്ട് ഫുഡൊക്കെ കഴിക്കുക, നല്ലോണം വെള്ളമൊക്കെ കുടിക്കുക, പിന്നെ നല്ലോണം ഇലക്കറികൾ, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസൊക്കെ കഴിക്കുക. കാർബോഹൈഡ്രേറ്റ് അതായത് ചോറ് കുറക്കാൻ ഒട്ടും പാടില്ല എന്നല്ല, എന്നാലും മാക്സിമം അതൊന്ന് കുറക്കാൻ ശ്രമിക്കുക. ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും ഈ പ്രഗ്നൻസി ടൈമിൽ. അപ്പോൾ നമ്മളുടെ ആരോഗ്യം നമ്മൾ ശ്രദ്ധിക്കുക. ഒരുപാട് വാരി വലിച്ച് കഴിക്കണ്ട, ഇടവിട്ട് ഇടവേളകളിൽ, അതായത് ഓരോ നിശ്ചിത ഇടവേളകളിൽ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ശരി, ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഈ വീഡിയോ എങ്ങനെ അപ്ലോഡ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കട്ടെ, എന്നിട്ട് വേണം അടുത്ത വീഡിയോ ഇടണോ വേണ്ടതെന്ന് തീരുമാനിക്കാനായിട്ട്. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.